അല്ലെങ്കിൽ നോക്കിക്കോ നീ, നാളെ കാവ്യയുടെ മരണവാർത്ത ആയിരിക്കും രാവിലെ നമ്മ തേടി എത്തുക. എൻ്റെ ഏട്ടൻ എപ്പോൾ പഴയതുപോലെ ആവും. അത് പിന്നെ നിന്നോടൊക്കെ പറയാനാ പറഞ്ഞ്, എല്ലാം നിന്ന് വിൽക്കാനല്ല. രാവണ അലറി. സാർ, അത് പിന്നെ റാത്തൂർ, അദ്ദേഹത്തിന് ഇനി ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് വരാനാവില്ല. നോ! അത് കേട്ടതും അവൻ ഉച്ചത്തിൽ അലറിക്കൊണ്ട് മുന്നിൽ നിന്ന് ഡോക്ടറിന്റെ കോളർ പിടിച്ചു ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കെൻ്റെ ഏട്ടനെ വേണം പഴയ പോലെ. അങ്ങനെയാക്കി തരാനായില്ലെങ്കിൽ നിന്നേക്ക് അതുപോലെ കിടത്താൻ എനിക്ക് നിമിഷം പോലും വേണ്ടി വരുന്നുള്ളത് ഓർത്താൻ നന്നായിരിക്കും. കാവ്യ കണ്ണുകൾ തുറക്കുമ്പോൾ മുന്നിൽ തന്നെ അനന്തനും രേണുകയും കാർത്തി മലനും പാറുവും ദേവും സ്റ്റെല്ലയും ഉണ്ടായിരുന്നു. അവൾക്ക് എഴുന്നേറ്റിരിക്കണമെന്ന് പറയുമ്പോൾ അധികം സ്ട്രെയിൻ ചെയ്യിപ്പിക്കാതെ അവളെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ചാരി ഇരുത്തിക്കൊണ്ട് നേഴ്സ് പുറത്തേക്ക് പോകുമ്പോൾ രേണുക അവളുടെ അടുത്തായി വന്നിരുന്നു കൊണ്ട് പറഞ്ഞു, എന്നാലും എൻ്റെ മോളെ, നീ കാണിച്ചത് എനിക്ക് ഞങ്ങളോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നു. എന്താ അത്രയ്ക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണെന്ന് കരുതിയോ ഞങ്ങള്? അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒപ്പം കാവ്യയുടെയും. അമ്മേ, എനിക്ക് നീ ഒന്നും പറയണ്ട, എല്ലാം പാറുമ്പോൾ തന്നെ പറഞ്ഞു. അവൾ പാർവതിയെ നോക്കി. ഏട്ടൻ? അവനെല്ലാം അറിഞ്ഞു, സങ്കടത്തിൽ ഇറങ്ങിപ്പോയതാ, ആരോടൊന്നും മിണ്ടാതെ. അനന്തം പറഞ്ഞു, അച്ഛനും ഏട്ടനെ പോലെ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ദേഷ്യപ്പെടാനോ? എന്തെങ്കിലും ഇന്ന് വരെ നിങ്ങളെ 3 പേരെയും ഞാൻ സ്നേഹിക്കല്ലാതെ ശാസിച്ചിട്ടുണ്ടോ? അച്ഛനും അമ്മയ്ക്കും മക്കളെന്നും അവർക്ക് അവരുടെ കണ്ണിലെ കൃഷ്ണമണികൾ പോലെയാണ്. അവരുടെ ദേഹത്ത് ചെറിയൊരു മുള്ളു കൊണ്ടാൽ പോലും നോന്ന് ഞങ്ങളുടെ ഹൃദയത്തിലായിരിക്കും. നിന്റെ അവസ്ഥ കണ്ട് പിടയുന്ന ഞങ്ങൾ ഓർത്തിരുന്നു. നീ ഒരു നിമിഷമെങ്കിലും. അവൾ മൗനമായി. പിന്നെ കാശി, നിന്നെ കാർത്തേകൾ ഏറെ കൊണ്ടു നടന്ന് സ്നേഹിച്ചും ലാളിച്ചും അവനല്ലേ? അപ്പം അവന് വേദനിക്കില്ലേ നിന്റെ അവസ്ഥ കാണുമ്പോൾ? നീ രഞ്ജി ഒരുമിച്ച് കാണാൻ ആഗ്രഹിച്ചതിനാ അവനെ നീ ഇന്ന് തോൽപ്പിച്ച് കളഞ്ഞത്. അനന്തൻ അത് പറയുമ്പോൾ അവൾ അമ്പരപ്പോടെ അയാളെ നോക്കി. ചെയ്ത് തെറ്റായിപ്പോയി എന്നൊരു കുറ്റബോധം അവൾക്കുള്ളിൽ മുള പൊട്ടി. എനിക്ക് ഏട്ടനെ കാണണം. തൽക്കാലം ഏട്ടന് മനസ്സ് ശരിയാവട്ടെ, അപ്പോൾ ഏട്ടൻ തന്നെ വന്നോളും. എന്തായാലും അധിക ദിവസം ഏട്ടനിങ്ങനെ പിണങ്ങി മാറി നിൽക്കാനാവില്ലല്ലോ, കാർത്തി പറഞ്ഞു. ഈ സമയം ഡോർ തുറന്ന വാർഡിന്റെ അകത്തേക്ക് വരുന്ന രഞ്ജി എല്ലാവരും നോക്കി. ഒറ്റ ദിവസം കൊണ്ട് അവനകെ കോലം കെട്ടതുപോലെ തോന്നി. അവനെ കണ്ടതും എല്ലാവരും അവർക്ക് മാത്രമായുള്ള സ്പേസ് നിലക്കൊണ്ട് പുറത്തേക്ക് ചെന്നു. രഞ്ജി അവൾക്കടുത്ത് ബെഡിലിരുന്നു. ഇപ്പൊ വേദനയുണ്ടോ? വേദന അന്നെന്നും എൻ്റെ മനസ്സിലാണ്. അത് കാണാത്ത രഞ്ജിയേട്ടൻ മാത്രമാണ്. എനിക്കറിയില്ലായിരുന്നു നീ എന്നെ ഇത്രയേറെ സ്നേഹിച്ചിരുന്നെന്ന്. തൊട്ടടുത്ത് തന്നെ സ്നേഹിക്കാൻ ആളുണ്ടായിട്ടും അത് മനസ്സിലാക്കാതെ പോയ വിഡ്ഢിയാണ് ഞാൻ. നീ എന്നെ സ്നേഹിച്ച പോലെ നിന്നെ എനിക്ക് സ്നേഹിക്കാനാവുമെന്ന് അറിയില്ല. പക്ഷേ ഇന്നു മുതൽ രഞ്ജി, നിനക്കൊരു വാക്ക് തരികയാണ്. ആർക്കും വിട്ടുകൊടുക്കാതെ നിന്നെ സ്നേഹിച്ചു. നിനക്കൊപ്പം മരണം വരെ ഈ രഞ്ജി ഉണ്ടാവും. അത്രയും പറഞ്ഞ് അവളുടെ കൈത്തടത്തിൽ മെല്ലെ തൊട്ടു. കേട്ട് സത്യമാണോ മിഥ്യയാണോ എന്നുള്ള ചിന്തയിലായിരുന്നു കാവ്യ. അവൾ സ്വയം ഒന്ന് തൊട്ടു നോക്കി. സത്യം തന്നെയാണ്. അവൾ മെല്ലെ രഞ്ജിയുടെ തോളിലേക്ക് ചാഞ്ഞു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ ഷോൾഡറിൽ നനവ് പടർത്തി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ്റെ കരങ്ങൾ അവളുടെ പുറത്ത് മേനിയിൽ തലോടി. അകത്ത് കിടക്കുന്ന നിന്റെ മകൻ മാത്രമല്ല, നിന്റെ ഏട്ടൻ കൂടെയാണ്, സ്വന്തം രക്തം. എന്നിട്ട് നിനക്ക് അവൻ ഈ ഗതിയിലാക്കിയവനോട് ഒന്നും ചെയ്യാനാവില്ലെന്ന് വെച്ചാൽ പറ്റില്ലെങ്കിൽ പറ. എൻ്റെ മകന് വേണ്ടി ഞാൻ തന്നെ ഇറങ്ങിക്കോളാം, ആ കാശ് തീർക്കാനായി. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഏട്ടന് വേണ്ടി ഞാനൊന്നും ചെയ്യാത്തതാണെന്നോ? ഈ ഏട്ടൻ്റെ ഈ അവസ്ഥ ഇങ്ങനെ ആവാൻ കാരണം അച്ഛനും ഏട്ടനും തന്നെയാ. പലതവണ പറഞ്ഞു എടുത്തു ചാടി അവന് നേരെ ചെല്ലുന്ന നമുക്ക് ആപത്ത് വരുത്തുമെന്ന്. ഇനിയും എടുത്തു ചാടി ഓരോന്ന് ചെയ്യാൻ നിന്നാ വിജയം കാശിക്കും, വീഴ്ച അത് നമുക്കായിരിക്കും. ആദ്യം അവനിൽ നിന്നും ഓരോന്നായി പറിച്ചെടുക്കണം. എന്നിട്ട് അവനൊന്നും ഇല്ലാത്തവനായി എൻ്റെ ഏട്ടൻ്റെ കാൽ കീഴിൽ കൊണ്ടിട്ട് തന്നെ കൊല്ലും. അത് ഈ രാവണന്റെ വാക്കാണ്. പാറുവിനെയും ദേവിനെയും കാർത്തിയാണ് വീട്ടിലാക്കിയത്. എന്നിട്ട് അപ്പോൾ തന്നെ അവൻ ഹോസ്പിറ്റലിൽ തിരിച്ചു പോയിരുന്നു. പാറു വരുമ്പോൾ കണ്ടു മുന്നിലിരിക്കുന്ന ജെനിയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞെ. തൊട്ടടുത്ത് രശ്മി സോഫയിൽ കിടന്ന് നന്നായി ഉറങ്ങുന്നുണ്ട്. പാറു കാവ്യക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അവിടെ എല്ലാവരും ഉണ്ടല്ലേ? കാശേട്ടനെ വിളിച്ച എല്ലാവരും ഉണ്ട്. കാശേട്ടൻ എവിടെ പോയി? എല്ലാറിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. നിന്നോട് പോലും പറഞ്ഞില്ലേ എങ്ങോട്ടാ പോയതെന്ന്? ഒരു താലി കെട്ടിയതെന്നല്ലാതെ പറഞ്ഞിട്ട് പോകാൻ മാത്രം. ഞാൻ കാശേട്ടൻ്റെ ആരാണ്? പാറു, നീ എന്തൊക്കെയാ പറയുന്നത്? ഇനിയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ സ്വയം ഇല്ലാണ്ടായി പോകും. അത് പറഞ്ഞു പാറു കരയുമ്പോൾ
കുഞ്ഞി അവിടെ കിടത്തിയ ശേഷം ജെനി അവൾക്കടുത്തായി വന്നു. ഒരു നിമിഷം പാറു ജെനിയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അവളുടെ കണ്ണീരിനൊപ്പം കാശിക്കും അവൾക്കുമിടയിൽ ഇന്ന് വരെ ഉണ്ടായതെല്ലാം അവളോടായി പറഞ്ഞു. പാറു ഒന്ന് ഓക്കെയായെന്ന് കണ്ടതും ജെനി അവളെ തലയിൽ അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഇതിൽ നിന്നെയോ കാശിയേട്ടനെയോ തെറ്റ് പറയാനാവില്ല. ഒരുപക്ഷെ ഏട്ടൻ്റെ ജീവിതം അത് കടന്നുപോയ സാഹചര്യങ്ങൾ ഓർത്തുകൊണ്ടാവാം നിന്നെ ഏട്ടിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത്. ഒപ്പം കുഞ്ഞിക്ക് മറ്റൊരു അവകാശി കൂടെ വന്നാൽ നീ കുഞ്ഞെ വെറുക്കുക അവഗണിക്കുകയും ചെയ്യുമോ എന്നുള്ള ഭയം. ഇതൊക്കെ കൊണ്ടുതന്നെ ആവണം ഏട്ടിൽ നിന്നും നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്നാൽ നിന്നോട് വെറുപ്പില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആപത്തുണ്ടായപ്പോഴെല്ലാം നിന്നെ രക്ഷിക്കാൻ വരില്ലായിരുന്നു. സഹിക്കാനാവുന്നില്ല അവഗണന. അത്രയും ഞാൻ ഏട്ടനെ സ്നേഹിച്ചു പോയി. തൽക്കാലം ഇപ്പോൾ ഇതിനെപ്പറ്റി വീണ്ടും ഏട്ടനോട് സംസാരിക്കാൻ നിൽക്കേണ്ട. ആ ഹൃദയം ഒരുപാട് തകർന്നു പോയിരിക്കുകയാണ്. ഈ പ്രശ്നം ശരിയാകുമ്പോൾ ഏട്ടൻ വരും. എന്നിട്ട് ഒന്നുകൂടെ സംസാരിച്ച് നോക്കും. ഇല്ലെങ്കിൽ ഏട്ടനെ കുറച്ചുകൂടെ ടൈം കൊടുക്കും. നീ എന്തായാലും നിനക്കൊന്നും തന്നെ ഇല്ല കാശിയേട്ടന്. നിന്നേലും ഇനി ആർക്കും തട്ടിയെടുക്കാനാവില്ല. അതിന് നീ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. തൽക്കാലം കുഞ്ഞിയെയും കൊണ്ട് ചെന്ന് നന്നായി ഉറങ്ങി എഴുന്നേക്ക്. നേരം പുലരുമ്പോൾ ഏട്ടനിങ്ങ് വന്നോളും. പാറു കുഞ്ഞിയെയും കൊണ്ട് മുകളിലേക്ക് കിടക്കാൻ പോകുമ്പോൾ രശ്മി വിളിച്ചുണർത്തി അവളെയും കൊണ്ട് ജെനി റൂമിലേക്ക് പോകുമ്പോൾ കണ്ടു ഇപ്പുറത്തെ റൂമിൽ ഉറക്കമില്ലാതെ സംസാരിച്ചു നിൽക്കുന്ന പ്രണയനെയും രോഹിത്തിനെയും. പാറു കുഞ്ഞിയെ ബെഡിൽ കിടത്തി നന്നായി പുതപ്പിച്ച് തൊട്ടടുത്ത് കിടക്കുമ്പോഴും അരിയിൽ കാശിയുടെ സമയമില്ലാത്തത് കൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തിരിഞ്ഞും മറിഞ്ഞു കിടന്ന് നേരം പുലരുമ്പോഴാണ് പാറു കണ്ണുകൾ അടച്ചത്. രാവിലെ സ്റ്റെല്ലയും കാർത്തയും വീട്ടിൽ വരുമ്പോൾ കാശിയെ പറ്റി പാറു ചോദിച്ചു. അവൻ വന്നില്ലെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും കേൾക്കെ വീണ്ടും ഹൃദയം പിടിഞ്ഞു വേദനിച്ചു. രാവിലെ തൊട്ട് കാശിയെ കാണാത്തിൽ കുഞ്ഞി ഓരോ വാശിയും കരച്ചിലുമായിരുന്നു. അവൾ ഓരോന്ന് പറഞ്ഞു പാറു ഒരുവിധം സമാധാനിപ്പിച്ചു വരുമ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങും. പാറുവിന് എന്ത് ചെയ്യണമെന്നറിയാതെ അവസ്ഥയായിരുന്നു ആ നിമിഷം. അന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ കാവി കിടക്കുന്ന റൂമിൽ കയറി വരുന്ന കാശിയെ കണ്ട് എല്ലാവരും ഒന്ന് നോക്കി. ആകെ കോലം കെട്ട അവസ്ഥ. അലൻ ചെന്ന് അവൻ്റെ കർണത്തൊന്ന് കൊടുത്തുകൊണ്ട് ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, എവിടെ പോയി കിടക്കുവരണം മൊയ്നെ? നിന്നെ കാണാതെയും വിളിച്ച് കിട്ടാതെയും വന്നപ്പോൾ എത്രമാത്രം തകർന്നു പോയെന്നോ ഞങ്ങൾ. അവിടെ കുഞ്ഞ് നിന്നെ കാണാതെ അവളുടെ അവസ്ഥ അതെങ്കിലും ഓർത്തു നീ? ഈ സമയം കാവ്യ ബെഡിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾക്ക് പിന്നാലെ തന്നെ രഞ്ജിയും ചെന്നു അവൻ്റെ അടുത്തേക്ക്. ഏട്ടാ, എന്നോട് ക്ഷമിക്ക്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, മാപ്പ്. അത്രയും പറഞ്ഞ് അവൻ്റെ കാലിൽ വീഴാൻ പോയവളെ പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്തു. നിന്നെ ചങ്കിൽ കൊണ്ട് നടന്ന് സ്നേഹിച്ചതല്ലേ, എന്നിട്ട് ആ ഏട്ടനെ തന്നെ നീ തോൽപ്പിച്ച് കളഞ്ഞപ്പോൾ കൈവിട്ടു പോയി എനിക്ക്. എല്ലാം കൊണ്ടും നിനക്ക് പറയായിരുന്നില്ലേ ഇവനോട് നിനക്കുള്ള ഇഷ്ടം, ഇവൻ്റെ സമ്മതം എന്നെന്ന് പോലും കണക്കാക്കാതെ നിനക്ക് തന്നെ തരില്ലായിരുന്നു ഞാൻ. ഏട്ടാ, കരയണ്ട, എനിക്ക് ആരോടും ദേഷ്യവും പിണക്കും ഇല്ല. പക്ഷെ ഇനിങ്ങനെ ഏട്ടനെ വേദനിപ്പിക്കരുത്. അതിനില്ലെന്ന് അവൾ തലയാട്ടി. അവൻ അവളുടെ മൂർധാവിൽ മുന്തിച്ചു. കാശി, രഞ്ജി വിളിച്ചു. നിന്നോട് ഞാൻ മിണ്ടണമെങ്കിൽ നീ ഇവളെ കെട്ടണം. അതിനുശേഷം മാത്രമേ നിനക്ക് ഞാൻ മാപ്പ് തരൂ. രഞ്ജു പുഞ്ചിരിച്ചു. അത് അലനിലും പടർന്നിരുന്നു. ഇവിടെ എല്ലാവരും ഇല്ലേ, ഞാനെന്ന കുഞ്ഞിക്കടുത്ത് പോട്ടെ. പിന്നെ കുറച്ചേരം അവിടെ ചെലവഴിച്ചിട്ട് അവൻ കുഞ്ഞിയുടെ അടുത്തേക്ക് പോയി. അച്ഛൻ കാതനു, അച്ഛൻ വരും, നീ ഇങ്ങനെ കരയില്ലേ കുഞ്ഞ്, അസുഖം വരും. അച്ഛത് പൊത്തു കൊന്തുപോ. ഈ സമയം കുഞ്ഞി എന്നുള്ള കാശിയുടെ വിളി കേട്ട് അവിടേക്ക് തിരിഞ്ഞു നോക്കിയ കുഞ്ഞി കണ്ടു തൻ്റെ അച്ഛനെ. അപ്പോൾ പാറുവിൻ്റെ കയ്യിൽ നിന്നും ഊന്നിറങ്ങി കാശിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. അവൻ്റെ കാലുകൾ ചുറ്റിപ്പിടിച്ച് ചിണങ്ങി കരഞ്ഞു. അവൻ അവളെ തൻ്റെ കരങ്ങളിൽ കോരിയെടുത്തു കവിളിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു, അച്ഛനെ കാണാതെ എൻ്റെ കുഞ്ഞ് ഒരുപാട് കരഞ്ഞോ? ആ കഴിഞ്ഞു. അച്ഛൻ കുഞ്ഞെ പായമ്മയെ കുത്തായി എവിടെ പോയതാ? അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞിയെ പറ്റിക്കാൻ വിളിച്ചിരുന്നല്ലേ? ആഞ്ഞോ? ആണല്ലോ. അച്ഛൻ വന്ന സ്ഥിതിക്ക് ഇനി എൻ്റെ കുഞ്ഞ് കരയാൻ പാടില്ല. പാറു അച്ഛൻ്റെയും മോളുടെ സ്നേഹം നോക്കിയെന്ന ശേഷം അവനോടായി ചോദിച്ചു, കഴിക്കാനെടുക്കട്ടെ? ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ചെന്ന് ഫ്രഷ് ആയിട്ട് വരാം, താൻ എടുത്തു വെച്ചോ. പാറു ഫുഡ് എടുത്ത് വെക്കാൻ നേരം ജെനി അവിടേക്ക് വന്നു. കാശേട്ടൻ വന്നല്ലേ? ഇന്നെന്തായാലും ഇതേപ്പറ്റി സംസാരിക്കാൻ നിൽക്കണ്ട. ഏട്ടന് മുഖം കൊടുക്കാതെ മാക്സിമം മാറി നിൽക്കും. ഏട്ടനെ തന്നെ വരും നിന്റെ അടുത്തേക്ക്. പറ്റുമെന്നറിയില്ല, പറ്റണം. നിനക്ക് കാശിനൊപ്പം ആ സ്നേഹം കിട്ടി ജീവിക്കണമെങ്കിൽ മാത്രം. ജെനിയും പാറുവും സംസാരിച്ച് നിൽക്കുമ്പോൾ കണ്ടു കുഞ്ഞിയെയും കൊണ്ട് ഇറങ്ങി വരുന്ന കാശിയെ. എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോകുക, ഇനി എന്നാ നിന്റെ കയ്യിലുള്ളത്? അത്രയും പറഞ്ഞ് ജെനി അവിടെ നിന്ന് പോകുമ്പോൾ പാറു കുഞ്ഞിക്കും കാശിക്കും കഴിക്കാനുള്ള ഫുഡ് എടുത്ത് വെച്ചിരുന്നു. അവൻ കുഞ്ഞുമായി കഴിക്കാനിരിക്കുമ്പോൾ ചോദിച്ചു, താൻ കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല.
അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് കിച്ചണിലേക്ക് പോയി. കുഞ്ഞിക്കും കൊടുത്ത് കാശും കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പാറു വന്ന് അവിടെ എല്ലാം ക്ലീനാക്കാൻ തുടങ്ങുമ്പോൾ അവൻ അവളെ തിരിഞ്ഞു നോക്കി. തന്നെ നോക്കാതെ മുഖം കൊടുക്കാതെ എല്ലാം ക്ലീനാക്കി പ്ലേറ്റും കൊണ്ട് കിച്ചണിലേക്ക് പോകുന്നവളെ അവൻ നോക്കി നിന്നു. കാശും കുഞ്ഞ് റൂമിൽ വന്നിട്ടും പാറു വന്നിരുന്നില്ല. കുഞ്ഞ് അവൻ തന്നെ ഉറക്കി കിടത്തി. ഈ സമയം കാശിയുടെ മനസ്സിൽ കാവ്യയുടെ മുഖം, അവളുടെ ചോര വാർന്ന കരങ്ങളെല്ലാം ഓർമ്മ വന്നു. അവൾക്കൊപ്പം പാറുവിന് അതേ അവസ്ഥയിൽ മനസ്സിൽ തെളിഞ്ഞതും അവൻ വല്ലാതെ കണ്ണുകൾ ചിമ്മി. ഞാൻ കാരണം പാർവതിയും, അപ്പോൾ രഞ്ജിയെ കുറ്റപ്പെടുത്താൻ എനിക്ക് എന്ത് യോഗ്യതയുള്ളത്? അവൻ സ്വയം തൻ്റെ മനസ്സിനോട് ചോദിച്ചു. ഈ സമയം പാറു റൂമിൽ വന്നു. അവനെ നോക്കിയില്ല. ഡോർ നന്നായി ലോക്കാക്കിയ ശേഷം നിലത്ത് ബെഡ് വിരിച്ചു. പില്ലോ അതിലേക്ക് ഇടുന്നവൾ അവൻ വിളിച്ചു. പാർവതി, ഏട്ടൻ കിടന്നു. ഞാൻ ഇന്നത് ഇവിടെയാ. എൻ്റെ ശരിക്കുള്ള സ്ഥാനം മനസ്സിലാക്കി വേണം ഞാൻ ഇനി നിൽക്കാനും. അത്രയും പറഞ്ഞ് അവൾ അവിടെ കിടന്നു. കണ്ണുകൾ നിറഞ്ഞു. അവളുടെ തേങ്ങൽ അറിയാതെ ഉച്ചത്തിൽ പുറത്തു വന്നു. കാശിക്ക് ആദ്യമായി തന്നോട് തന്നെ ദേഷ്യം തോന്നി. എന്നൊരുവൾ തന്നോട് ചെയ്ത തെറ്റിന് പാവം ഒരു പെണ്ണിനെ ക്രൂക്ഷിക്കണം താൻ എന്ന് പോലും തോന്നി. അവൻ അവൾക്കടുത്തായിരുന്നു. പാർവതി. അവൻ്റെ കരങ്ങൾ അവളുടെ ഷോൾഡറിൽ പതിഞ്ഞു. പാർവതി തിരിഞ്ഞു നോക്കി. കാശി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അവൾ വേഗം എഴുന്നേറ്റ് അവനെ നോക്കി. അവൻ അവളുടെ കരങ്ങളിൽ പിടിച്ചു. അതുമാത്രം മതിയായിരുന്നു അവളുടെ പരിഭവം മാറാൻ. അവൾ അവനെ ചുറ്റിപ്പിടിച്ചു കരഞ്ഞു. കാശിയുടെ നെഞ്ചിൽ ഏറെ നേരം ചാഞ്ഞിരുന്ന ശേഷമാണ് അവൾ നിന്നും അവൾ അടർന്നു മാറിയതും. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കാശിയുടെ ഹൃദയം വല്ലാതെ പിടച്ചു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അവൻ പോലും അറിയാതെ അവളിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു. അവൻ അവളുടെ കണ്ണുകൾ നോക്കി പറഞ്ഞു, കിടന്നു. അവൾ അടർത്തി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയ കാശിയുടെ ഷർട്ടിൽ അവൾ പിടിച്ചു വലിച്ചു. അവൻ എന്തെന്നുള്ള രീതിയിൽ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ കണ്ടു. അവൻ നിന്നും ആ നിമിഷം എന്തൊക്കെ ആഗ്രഹിക്കുന്ന പാറുവിനെ അവൻ വീണ്ടും പോകാൻ ഒരുങ്ങിയതും വീണ്ടും പിടിമുറുകി. അവളുടെ സാമീപ്യം അവനെയും ചൂട് പിടിപ്പിച്ചു തുടങ്ങിയിരുന്നു. അവൾ അവൻ്റെ കവിളിൽ മെല്ലെ മുത്തി. കാശ് അമ്പരപ്പോട് അവളെ നോക്കി. അവൻ്റെ മറു കവിളിലും അതുപോലെ മുത്തിക്കൊണ്ട് ഒന്നുയർന്നു അവൻ്റെ നെറ്റിയിലും ചുംബിച്ചു. പിന്നെ മെല്ലെ ഒരു പതർച്ചയോടെ അവൻ്റെ ചുണ്ടിൽ മുത്തിക്കൊണ്ട് പിടഞ്ഞു മാറുമ്പോൾ കാശ് പോലും അറിയാതെ അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിലൂടെ വരിഞ്ഞു മുറുകി.